കർത്താവിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് പകൽ നിങ്ങളോടായിരിക്കാൻ ദൈവം എൻ്റെ ജീവിതം നൽകിയ വലിയ ഭാഗ്യത ഞാൻ കർത്താവിന് നന്ദി പറയുന്നു. യഹോവ ഇരെ ഏലിയാവിനെ പോഷിപ്പിച്ച ആ കാക്ക എൻ്റെ ജീവിതത്തിലും ആ ദൈവം വലിയ കാര്യങ്ങൾ ചെയ്തു എന്ന് പറയുവാൻ, സാക്ഷ്യം പറയുവാൻ ദൈവം എൻ്റെ ജീവിതത്തിൽ നൽകിയ വലിയ ഭാഗ്യം ഞാൻ കർത്താവിന് നന്ദി പറയുന്നു. ഞാൻ എൻ്റെ ബൈബിൾ സ്കൂളിലെ പഠനം തൊട്ട് പറയാൻ ആഗ്രഹിക്കുന്നു. ആദ്യത്തെ ഒന്നാമത്തെ സെമസ്റ്റർ കഴിഞ്ഞപ്പോൾ അതിനുള്ള ഫീസ് അടയ്ക്കാൻ കഴിയാതെ വന്ന ഒരു സമയം ഉണ്ടായിരുന്നു. എങ്ങനെ ഫീസ് അടയ്ക്കണം? ഞാൻ എൻ്റെ അമ്മയോടത് പറയുണ്ടായി. അപ്പോൾ പഠിക്കാൻ മുന്നോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥയായപ്പോൾ പഠനം നിർത്താമെന്ന് ചിന്തിച്ചു. അതിനുവേണ്ടി ക്രമീകരണങ്ങൾ ചെയ്ത് ഞാൻ അവസാനത്തെ സെമസ്റ്റർ ക്ലാസ്സിന് പോയി. എന്നാൽ എൻ്റെ ടീച്ചർ പറഞ്ഞു, അജയ, നിൻ്റെ ഫീസ് എല്ലാം അടച്ചിട്ടുണ്ട്. ഞാൻ ചിന്തിച്ചതിലും അപ്പുറമായി ഹൃദയം തുറന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയുണ്ടായി. ദൈവമേ, എങ്ങനെ പഠിക്കും? അങ്ങ് പറഞ്ഞിട്ടാണ് ഞാൻ വന്നത്, പക്ഷെ പഠിക്കാൻ മറ്റൊരു നിവൃത്തിയില്ല. പക്ഷേ ഞാൻ ചിന്തിച്ചതിലപ്പുറമായി എൻ്റെ പ്രാർത്ഥന കേട്ടു. ഏലിയാവിൻ്റെ ദൈവം എനിക്ക് വേണ്ടി അവിടെ അത്ഭുതം പ്രവർത്തിച്ചു. അത് പറയുന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. അതുപോലെ ഗ്രാജുവേഷൻ സമയമായി. എല്ലാവരും ഗ്രാജുവേഷൻ സമയത്ത് വൈറ്റ് കളർ ഷർട്ട് ധരിക്കാൻ വേണ്ടി വളരെ സന്തോഷമായിരിക്കുന്നു. എൻ്റെ കയ്യിൽ ഷർട്ട് ഇല്ലായിരുന്നു. അതൊരു പ്രയാസമാണ്. ഞാൻ ദൈവത്തോട് ഹൃദയത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ, എനിക്കൊരു ഷർട്ട് ആവശ്യമാണ്. ചെറിയൊരു ആവശ്യമാണെങ്കിൽ പോലും അന്ന് എൻ്റെ കയ്യിൽ മേടിക്കാൻ കാശില്ലാത്തതുകൊണ്ട് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയുണ്ടായി. ഏലിയാവിൻ്റെ ദൈവം അവിടെ എനിക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്തു. ഗ്രാജുവേഷൻ തൊട്ട് മുമ്പ് എൻ്റെ കൂടെ പഠിക്കുന്ന മറ്റൊരു സഹോദരൻ വന്നിട്ട് പറഞ്ഞു, അജയ്, ഇതൊരു ഗിഫ്റ്റാണെന്ന് പറഞ്ഞു, എൻ്റെ തന്നു. ഞാൻ നോക്കിയപ്പോൾ ഞാൻ പ്രാർത്ഥിച്ച അതുപോലത്തെ ഒരു വൈറ്റ് ഷർട്ട്. എന്ന് പറഞ്ഞാൽ യഹോവ ഇരെ ഏലിയാവിനെ കാക്കയാൽ നടത്തിയ, സഹായിച്ച, ഉത്തരമള്ളിയ ദൈവം എനിക്ക് വേണ്ടി ദൈവം അത്ഭുതം ചെയ്തു. സ്തോത്രം. അതിനുശേഷം ഞാൻ ബീഹാറിൽ 2009 അവിടെ എത്തുകയാണ്. സുവിശേഷ വേല മിഷണറി അവിടെ എത്തി. ആദ്യത്തെ 4 വർഷം ഞാൻ ഒറ്റയ്ക്കായിരുന്നു. ഏറെക്കുറെ ദിവസങ്ങളൊക്കെ പ്രവർത്തനമായി മുന്നോട്ട് പോകും. പക്ഷേ ചില സമയങ്ങൾ പട്ടിണിയാണ് ജീവിതത്തിൽ ഉണ്ടാകുന്നത്. ആ സമയത്ത് ഒരു പ്രാവശ്യം ഞാൻ കർത്താവേ, മിഷണറി പ്രവർത്തനം വന്ന് ഇങ്ങനെയാണോ ഞാൻ അഭിമുഖീകരിക്കേണ്ടത് വരുന്നു ചോദിക്കാറുണ്ട്. ഒരു പ്രാവശ്യം വാടകയെല്ലാം കൊടുത്തു. എൻ്റെ കയ്യിൽ 1 രൂപ പോലും ഇല്ലാതെ ഞാൻ വളരെ ഭാരപ്പെട്ടു. ആ ഒരാഴ്ച മുഴുവൻ ഉപവാസം ഇരുന്ന് പ്രാർത്ഥിച്ചു. ആദ്യത്തെ 1-2 വർഷം 1-2 പേരാണ് പ്രാർത്ഥനയ്ക്ക് വന്നുകൊണ്ടിരുന്നത്. ഏതായാലും ആ പ്രാർത്ഥന മുന്നോട്ട് പോയി. ആ സൺഡേ കഴിഞ്ഞു. ഞാൻ ആ പൈപ്പിൽ വെള്ളം കുടിച്ചിട്ട് ആ റോഡ് വഴി നടക്കേണ്ടി, കർത്താവേ, എനിക്ക് നല്ല വിശപ്പുണ്ട്, ഉപവാസം കഴിഞ്ഞു, പക്ഷേ 1 രൂപ പോലും എൻ്റെ കയ്യിലില്ല, വന്നത് കാണിക്കയില്ല. അങ്ങനെ കർത്താവിനോട് മനസ്സിൽ പാടിക്കൊണ്ട് ഞാൻ വൈകിട്ട് 2 ട്രാക്ടർ എടുത്തുകൊണ്ട് റോഡിൽ കൂടി നടന്നു പോയി. എന്നാൽ മനസ്സിൽ ദൈവമേ, എനിക്ക് നല്ല വിശപ്പുണ്ട്, ഉപവാസം കട്ട് ചെയ്യണം, എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഭാരമുണ്ട്. എങ്കിലും പാട്ട് പാടി കണ്ടവരോട് കാണുന്ന ട്രാക്ടർ എടുത്തു. എങ്കിലും ദൈവത്തോട് പ്രാർത്ഥിച്ചു. അവിടെയും ഏലിയാവിനെ നടത്തിയ ദൈവം യഹോവ ഇരെ എൻ്റെ ജീവിതത്തിൽ വൻ കാര്യങ്ങൾ ചെയ്ത് പറയാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. ഞാൻ റോഡിൻ്റെ ഒരു സൈഡിൽ നടക്കുമ്പോൾ പെട്ടെന്ന് ദൈവാത്മാവിൻ്റെ ഹൃദയത്തിൽ പറഞ്ഞു, ആ സൈഡിലൂടെ, റോഡിൻ്റെ സൈഡിലോട്ട് നോക്കാൻ പറഞ്ഞു. ഞാൻ അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയപ്പോഴേക്കും ഒരു 200 രൂപ, 100 രൂപയുടെ 100 രൂപ അവിടെ മടങ്ങി കിടക്കുന്ന കണ്ടു. ഞാൻ പെട്ടെന്ന് നോക്കി അതെടുത്തു. പെട്ടെന്ന് സന്തോഷമുണ്ടായി. എന്നിട്ട് ഞാൻ തിരിഞ്ഞും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി, ആരും വരുന്നില്ല. ഞാൻ ആ 200 കയ്യിലെടുത്തു. എന്നിട്ട് ഒരു 10 മിനിറ്റോളം ഞാൻ അവിടെ നോക്കി നിന്ന് ആരെങ്കിലും വരികയാണെങ്കിൽ കൊടുക്കണം എന്നുള്ള ചിന്ത കൊണ്ട് ആരും വന്നില്ല. 10 മിനിറ്റ് മാറി, അരമണിക്കൂറായി, ആരും വന്നില്ല. ഞാനന്ന് സന്തോഷമുണ്ട്. എങ്കിലും ദൈവത്തോട് ചോദിച്ചു, പരിശുദ്ധാത്മാവേ, എന്ത് ചെയ്യണം? ദൈവം പറഞ്ഞു, ഇത് നിനക്ക് വേണ്ടിയുള്ളതാണ്. ഭയങ്കര സന്തോഷമുള്ള പ്രിയമുള്ളവരെയും, വചനത്തിൽ എഴുതിയിരിക്കുന്ന പോലെ ഏലിയാവിൻ്റെ ദൈവം അവിടെയും എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്തു. പിറുപിറുക്കാതെ ആ ഉപവാസം വളരെ സന്തോഷത്തോടെ അത് അവസാനിപ്പാനും ദൈവം എനിക്ക് വേണ്ടി ചെയ്ത വഴികളെ കുറിച്ച് പറയുവാൻ കർത്താവ് എൻ്റെ ജീവിതത്തിൽ വലിയ ഭാഗ്യം നൽകി. അതുപോലെ എൻ്റെ വിവാഹം 2012 നടന്നു. അതിനുശേഷം ഞാനും കുടുംബമായി, ഞാനും എൻ്റെ വൈഫും ബീഹാറിൽ എത്തിച്ചേർന്നു. ആദ്യത്തെ 1-2 ആഴ്ച വളരെ സന്തോഷമായിരുന്നു. അതിനുശേഷം ആരാധന കഴിഞ്ഞു. ഞങ്ങൾക്ക് അന്നേരമാണ് എൻ്റെ വൈഫ് മനസ്സിലാക്കുന്നത് ഈ മിഷണറി പ്രവർത്തനത്തിൽ അല്പം കൂടി കഠിനത. കാരണം 1 കിലോ അരി മേടിക്കാൻ പോലും ഞങ്ങളുടെ കയ്യിൽ 1 രൂപ പോലും ഇല്ലാത്തൊരവസ്ഥയായി. ഞങ്ങൾ അവിടെ ഇവിടെയൊക്കെ നോക്കി, പേഴ്സൊക്കെ തപ്പി നോക്കി. ഏറെ 5 രൂപ മാത്രമാണ് ഞങ്ങൾക്ക് അവിടെ ഇവിടെ നിന്നും ഞങ്ങൾ റൂമിൽ നിന്ന് കണ്ടു കിട്ടിയത്. എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് 1 കിലോ അരി മേടിക്കാൻ പറ്റുന്നില്ല. വൈഫിന് വല്ലാത്ത ടെൻഷനായി. ഞാൻ ദൈവത്തോട്, ദൈവമേ, എന്ത് മറുപടി പറയണം? കല്യാണം കഴിഞ്ഞ് 2 ആഴ്ച മാത്രമേ ഉള്ളൂ. പക്ഷേ ഞങ്ങളുടെ ദൈവം ലജ്ജിപ്പിക്കാത്ത ദൈവം എന്ന് പറയുവാൻ എനിക്കിന്ന് വളരെ അഭിമാനമുണ്ട് പ്രിയമുള്ളവർ. കാരണം ഏലിയാവിൻ്റെ ദൈവം അവിടെ ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിച്ചു. കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ മറ്റൊരു ദൈവാസൻ
അവർ ഒരു ടീമായിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയാണ് മിനിസ്ട്രിക്ക് വേണ്ടി. പെട്ടെന്ന് ദൈവം അവരോട് സംസാരിച്ചു, ഞങ്ങളുടെ ഭവനത്തിൽ കടന്നു വരണം. അങ്ങനെ അവർ ടീമായി ഏറെക്കുറെ 7-8 പേരുണ്ട്. പെട്ടെന്ന് എന്നെ വിളിച്ചു പറഞ്ഞു, അജയ് ഞങ്ങൾ അങ്ങോട്ട് വരികയാണ്. ഏതായാലും അവർ വരുന്നതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ ഞങ്ങളുടെ വീട്ടുടമസ്ഥന് കുറച്ച് പൈസ മേടിച്ച് അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു. ഏതായാലും ദൈവദാസൻ വന്നു, ഞങ്ങൾ വളരെ സന്തോഷത്തോടെ അവർ സ്വീകരിച്ചു. അവർ പോകാൻ നേരത്ത് ഒരു ഗിഫ്റ്റ് എൻ്റെ കയ്യിൽ തന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ പറയട്ടെ, ഞങ്ങളുടെ കയ്യിൽ 5 രൂപയാണുള്ളത്. ഏറെക്കുറെ ഒരാഴ്ചയായിട്ട് ഞങ്ങൾ ഏറെക്കുറെ 8-10 ദിവസം ഉപവാസത്തോടെ ഇരിക്കുകയാണ്. സൺഡേ കഴിഞ്ഞു, ഭക്ഷണം കഴിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷേ 1 കിലോ അരി മേടിക്കാൻ കഴിയാത്തൊരവസ്ഥ. എന്നാൽ ദൈവദാസൻ പോകുമ്പോൾ ഒരു ഗിഫ്റ്റ് തന്നു. അത് പറഞ്ഞതിന്റെ ഉദ്ദേശം യഹോവ ഈരെ, ഏലിയാവിനെ കാക്കയാൽ പോറ്റിയ ദൈവത്തെ ഉയർത്തുവാനാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. ദൈവദാസനും ടീമും അവർ മറ്റൊരു ആവശ്യത്തിന് കടന്നുപോയി. യാദൃച്ഛികമായി വന്നതാ. അവരോട് ദൈവദാസൻ പറഞ്ഞ പരിശുദ്ധാത്മ പറഞ്ഞിട്ടാണ് ഞങ്ങൾ വന്നതെന്ന്. അങ്ങനെയെങ്കിൽ നമ്മുടെ ഹൃദയത്തിലെ ഓരോ വേദനയും നന്നായി അറിയുന്ന ഒരു ദൈവമാണ്. അങ്ങനെയെങ്കിൽ യഹോവ ഈരെ, ഏലിയാവിനെ പോറ്റിയ ദൈവം ഞങ്ങളെയും ഇതുവരെ പോറ്റി എന്ന് പറയുന്ന എനിക്ക് വളരെ അഭിമാനമുണ്ട്. സ്തോത്രം. അതിനുശേഷം എൻ്റെ വൈഫിനും ശക്തമായി ദൈവത്തിൽ ആശ്രയിക്കുവാനും പ്രാർത്ഥിപ്പാനും ഇന്ന് വരെ ദൈവത്തിൽ ആശ്രയിപ്പാൻ ദൈവം കൃപ നൽകി. മറ്റൊന്ന്, ഞാൻ ഏറെക്കുറെ 32 ദിവസം ജയിലിലായിരുന്നപ്പോൾ അവിടെ കിടക്കുമ്പോൾ വളരെ ആഗ്രഹമാണ് ചായ കുടിക്കണമെന്നൊരാഗ്രഹം, അല്ലെങ്കിൽ ഒരു തേയില കുടിക്കുന്ന ഒരാഗ്രഹം. ജയിൽ പുള്ളികൾക്ക് ആരും ചായയും ഒന്നും തരത്തില്ല, എല്ലാം സീനിയർ ആളാണ്. പക്ഷേ ദൈവം ഒരു അത്ഭുതം പ്രവർത്തിച്ച കാരണം എൻ്റെ ചെറിയൊരു ആഗ്രഹമാണ് ഒരു ഗ്ലാസ് ചായ കുടിക്കണമെന്ന്. പക്ഷേ അതും യഹോവ ഇരിയായി ഒരു ചായ തന്ന് എന്നെ പോഷിപ്പിക്കാൻ ദൈവം ജയിലിലെ ഓഫീസ് ഡ്യൂട്ടി കിട്ടിയത് കൊണ്ട് അതിനകത്ത് ചായ കുടിക്കാൻ പോലീസ് തന്നെയാണ് ചായ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ചെറിയൊരു ചായയുടെ കാര്യം പോലും ഞാൻ ഹൃദയത്തിൽ പ്രാർത്ഥിച്ചത് കൊണ്ട് അവിടെയും ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിച്ചു. സ്തോത്രം. ആകയാൽ പ്രിയമുള്ളവരെ, എനിക്ക് നിങ്ങളോട് പറഞ്ഞ ഒരേ ഒരു സന്ദേശമുള്ളൂ, ആ ദൈവം ഏലിയാവിന് മാത്രമല്ല എനിക്കും നിങ്ങൾക്ക് വേണ്ടി ഇന്നും നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ചാൽ മാത്രം മതി. പൂർണ്ണമായി ആശ്രയിക്കാം, ദൈവം നമുക്ക് വേണ്ടി സഹായിക്കും. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. എൻ്റെ പേര് അജയ് കുമാർ എന്നാണ്. വൈഫിൻ്റെ പേര് അനുഷ. 2 കുഞ്ഞുങ്ങൾ ദൈവം തന്നിട്ടുണ്ട്. മൂത്ത മോള് 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു, അനട്ട് സാബു അജയ് എന്നാണ്. 2ാമത്തെ മോൻ അനട്ട് അജയ് ആണ്, ഇപ്പോൾ നഴ്സറി ക്ലാസ്സിൽ പഠിക്കുന്നു. ഞങ്ങൾ ബീഹാറിൽ ബെഗുസറ എന്ന ഭാഗത്ത് കർത്താവിനെ വേല ചെയ്യുന്നു. ഞങ്ങളെ ഓർത്ത് ഈ ദൈവം യഹോവ ഇരയായി ഏലിയാവിനെ പോറ്റി പുലർത്തിയ ലജ്ജിപ്പിക്കാത്ത ദൈവം എനിക്കും നിങ്ങൾക്കും എന്നും നല്ലവനായി കൂടിയിരിക്കും. ആ നിത്യം നമുക്ക് കാണാം. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ.